സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ടിന്യൂസ് ടൈപ്പ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണ്. കണ്ടിന്യൂസ് ടൈപ്പ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിസ്ക്രീറ്റ് ടൈപ്പ് റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് ടൈപ്പ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ ഒരു ജസ്റ്റ് ചെറിയൊരു ബ്രീഫിംഗ് തരാം. അതായത് കണ്ടിന്യൂസ് ടൈപ്പ് റാൻഡം വേരിയബിളിന്റെ പ്രത്യേകത, ഈ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് നമുക്കറിയാം. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ്? സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആവുകയും പോയിന്റ്സ് വളരെ വളരെ അടുത്ത് ഇരിക്കുകയും നമുക്ക് കൗണ്ടബിൾ അല്ലാത്ത രീതിയിൽ റേഞ്ച് വരികയും ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് റാൻഡം വേരിയബിളിന്റെ റേഞ്ച് ഒരു ഇന്റർവെൽ ആണെങ്കിൽ അതെന്താണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ആ റാൻഡം വേരിയബിളിന്റെ റേഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണോ അതോ കണ്ടിന്യൂസ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ബൈനോമിയൽ എടുത്തപ്പോൾ കണ്ടു, ബൈനോമിയലിന്റെ എക്സ് വേരി ചെയ്യുന്നത് 0, 1, 2 എക്സെട്ര അപ് ടു നമ്പർ ഓഫ് ട്രയൽസ് n എത്രയാണോ അവിടെ വരെയാണ്. ഓക്കെ, നമ്മുടെ പോസോണിന്റെ എക്സ് വേരി ചെയ്യുന്നത് 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇതിന് നമുക്കൊരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിത് കൗണ്ടബിൾ ആണ്. പക്ഷേ എന്താ, ഒരു എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മുടെ എത്ര റേഞ്ച് കൗണ്ടബിൾ അല്ല. മനസ്സിലായോ? ഈ എന്താണ് റേഞ്ച് കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്. ഇനി എത്ര എലമെന്റ്സ് വേണമെങ്കിലും, എത്ര ചാൻസ് വേണമെങ്കിലും നമ്മുടെ എക്സിന് വരാം. അപ്പൊ അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് ഇവിടെ നമ്മുടെ റേഞ്ചിലുണ്ട്. സോ നമ്മുടെ അൺകൗണ്ടബിൾ ആവുകയാണെങ്കിൽ നമ്മുടെ റേഞ്ച് റാൻഡം വേരിയബിളിന്റെ നമുക്ക് സിംപിളി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണെന്ന് പറയാം. പിന്നെ ഒരു പ്രത്യേകത കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകത എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ്, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്രോബിലിറ്റി ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല, അത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എപ്പോഴും ഒരു ഇന്റർവെല്ലിൽ വരാനുള്ള പ്രോബിലിറ്റി മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. എവിടെയാണ്? ഒരു ഇന്റർവെല്ലിൽ വരാനുള്ള പ്രോബിലിറ്റി മാത്രം നമുക്ക് എന്താണ് ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ നിന്ന് കിട്ടത്തുള്ളൂ. കാര്യം അറ്റേ പോയിന്റ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലെ പ്രോബിലിറ്റി എടുക്കുന്നില്ല. ആ എക്സ് എപ്പോഴും ഒരു ഇന്റർവെല്ലിനകത്തായിരിക്കും. ആ റാൻഡം വേരിയബിൾ എപ്പോഴും ഒരു ഇന്റർവെല്ലിനകത്തായിരിക്കും. അങ്ങനെയുള്ള റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ്. നമ്മൾ ആദ്യമായിട്ട് ഇത് പഠിക്കാൻ പോകുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്നത്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആദ്യം പഠിക്കുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഒരു റാൻഡം വേരിയബിൾ എക്സ്, ആ എക്സിന്റെ വാല്യൂ ഒരു ഇന്റർവെൽ എ ബി, റിയൽ ലൈൻ ആണ്. ഇന്റർവെൽ എ ബിയിൽ വരാനുള്ള പ്രോബിലിറ്റി, എക്സിന്റെ വാല്യൂ നമ്മുടെ ഇന്റർവെൽ എ ബിയിൽ വരാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, നമുക്കറിയാം ഇതാണ് എ ബി. അപ്പൊ എക്സ് ഇതിനകത്ത് എവിടെ വേണമെന്ന് വരാം. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്. നമ്മള് എഫ് ഓഫ് എക്സ് നമ്മൾ PDF ആണ് ഇനി പറയുന്നത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് ഇനിയുള്ള എന്താണ് മാസ് ഫംഗ്ഷനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് PDF എന്നാണ് പറയുന്നത്. ഇനി കണ്ടിന്യൂസിന്റെ കേസിൽ PDF എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസിൽ പ്രോബിലിറ്റി ഫംഗ്ഷനെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ കണ്ടിന്യൂസിന്റെ കേസിൽ നമ്മൾ ഇനി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ PDF എന്നാണ് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് നമുക്ക് നോക്കാം. ഈ എ ബിയിലിടയ്ക്ക് ഒരു വാല്യൂ വരണം, എക്സ് വരണം. അപ്പൊ അതിനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്, എ ബിയുടെ ലെങ്ത് എത്രയാണ്? ബി മൈനസ് എ ആണ്. അതിൽ എവിടെ വേണേലും വരാം. അപ്പൊ 1/b മൈനസ് എ, ആ ലെങ്തിൽ എവിടെ വേണേലും നമുക്ക് എക്സിന്റെ വാല്യൂ വരാം. അപ്പൊ എക്സ് ഈ ഇന്റർവെല്ലിലേക്ക് ബിലോങ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/b മൈനസ് എ ആണ്. ഓക്കെ, 1/b മൈനസ് എ ആണ്.
ഈ എക്സ് ഈ ഇന്റർവെൽ എവിടെയെങ്കിലും വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/b - a ആണ്. ഈ b - a എന്ന് പറയുന്നത് ഇന്റർവെല്ലിന്റെ ലെങ്ത് ആണ്. ഓക്കെ, ഇന്റർവെല്ലിന്റെ ലെങ്ത് ആണ്. ഓക്കെ, 0 otherwise when a belongs to x belongs to b, 0 otherwise. വേറെ എവിടെ വരാനുള്ള പ്രോബിലിറ്റി 0 ആണ്. ഇത് PDF ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിന്റെ റേഞ്ച് ഏതാണ്? a മുതൽ b വരെയാണ്. ഓക്കെ, a മുതൽ b വരെയാണ്. a മുതൽ b വരെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. എന്ന് 1 കിട്ടിയാൽ മാത്രമേ ഇത് PDF ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം 1/b - a അല്ലെങ്കിൽ a to b 1/b - a dx. 1/b - a കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു. a to b dx. a to b dx എന്ന് പറഞ്ഞാൽ എന്താ? a to b dx x a to b 1/b - a into b minus a, upper limit minus lower limit. വെട്ടിപ്പോയി 1 കണ്ടോ? ഇതൊരു PDF ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നോർമലി തരുന്നത് നമ്മുടെ ഏത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നോർമലി അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലെങ്ത് ആണ്. നമുക്കറിയാം ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ആ എന്താണ് ഉൾപ്പെടുന്ന ഷേപ്പിന്റെ വിസ്തീർണമായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏരിയ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 1/b - a ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 കിട്ടും, a മുതൽ b വരെ. ഓക്കെ, ഇതാണ് ഇതിന്റെ PDF. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യാപിറ്റൽ f of x. ക്യാപിറ്റൽ f of x ന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? പ്രോബിലിറ്റി ഓഫ് x less than or equal to small x. x less than or equal to small x. നമുക്കറിയാം x less than or equal to small x എന്ന് പറയുമ്പോൾ -∞ മുതൽ ഈ സ്മോൾ x വരെ വരാനുള്ള പ്രോബിലിറ്റി, അതായത് x ന്റെ വാല്യൂ -∞ മുതൽ സ്മോൾ x വരെ ഇടയിൽ വരാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ -∞ to x f of x dx, -∞ to x f of x dx, -∞ to x 1/b - a dx. പക്ഷെ ഈ 1/b - a എന്ന് എഴുതണമെങ്കിൽ -∞ മുതൽ a വരെ PMFന്റെ വാല്യൂ PDF-ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ എന്താണ്? -∞ മുതൽ a വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താ പറയുക? നമ്മുടെ PDF 0 ആണ്. പിന്നെ എവിടെ മുതൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? a മുതൽ ലോവർ ലിമിറ്റ് a മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. when x less than a ആണെങ്കിൽ ക്യാപിറ്റൽ f of x എന്താണ്? 0 ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മോൾ നമ്പർ റിയൽ നമ്പർ x ആണ്. ആ x എന്ന് പറയുന്ന റിയൽ നമ്പർ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ചിന്റെ ലോവർ ലിമിറ്റ്, ആ ലോവർ ലിമിറ്റ് a കുറവാണ്. ആ a കുറവാണെങ്കിൽ x യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാണെങ്കിൽ x ന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അവിടെ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? -∞ മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് f of x 0 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കാം when a less than x less than b. എക്കും ബിക്കും ഇടയിലുള്ള റിയൽ നമ്പറാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. എക്കും ബിക്കും ഇടയിലുള്ള ഒരു റിയൽ നമ്പറാണ് നമ്മൾ x ആയിട്ട് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ എക്കും ബിക്കും ഇടയിലായതുകൊണ്ട് നമ്മൾ a മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. പ്രോബിലിറ്റി ഓഫ് x less than or equal to x ആണ്. അതുകൊണ്ട് എന്താ? a മുതൽ b വരെയാണ് നമ്മുടെ ശരിക്കും റേഞ്ച് പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? x വരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് a മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, a മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. a മുതൽ x വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. a to x. ഞാൻ ഈ 1/b - a പുറത്തേക്ക് എടുക്കുവാണ്. dx. അപ്പൊ എന്താ? 1/b - a into x a to x.
ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇതാണ് എക്സ് വെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പർ എവിടെ എക്കും ബിക്കും ഇടയിൽ വന്നാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് എ ബൈ ബി മൈനസ്. അതായത് ഈ എ വരെയുള്ള പ്രോബിലിറ്റി, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിള് ഈ എന്താണ് എ മുതൽ എക്സ് വരെ വരാനുള്ള പ്രോബിലിറ്റി, എന്നാൽ എക്കും എക്സിനും ഇടയിൽ വരാനുള്ള പ്രോബിലിറ്റിയാണ് ഈ എഴുതിയിരിക്കുന്നത് എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ. ഓക്കെ, ആ എക്സ് എവിടെ ആയിരിക്കുമ്പോ എക്കും ബിക്കും ഇടയിലായിരിക്കും. ഇനി വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ബി, എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് നമുക്കറിയാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി മൈനസ് ഇൻഫിനിറ്റി മുതൽ സീറോ വരെ എ വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. ഇനി എ മുതൽ ബി വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വൺ ബൈ ബി മൈനസ് എ ആണ്. ഇനി നമ്മുടെ ബി എക്സിന്റെ വാല്യൂ ബി യേക്കാളും വലുതാണ്. അപ്പൊ ബി മുതൽ എക്സ് വരെ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ബി മുതൽ എക്സ് വരെ എന്ന് പറയുമ്പോഴും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മുടെ പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ആണ്. ആ വൺ ബൈ ബി മൈനസ് എ എവിടെ വരത്തുള്ളൂ? എ മുതൽ ബി വരെ വരത്തുള്ളൂ ഇന്റർവെലിനകത്ത്. അപ്പൊ ബി മുതൽ എക്സ് വരെയും പി ഡി എഫിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആണ്. പ്ലസ് എ ടു ബി 1 ബൈ ബി മൈനസ് ഡി എക്സ് ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അത് ഫുൾ റേഞ്ചിൽ പി ഡി എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ റേഞ്ചിലെ പി ഡി എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് ബി മുതൽ എക്സ് വരെ 0 ആണ്, 0. അപ്പൊ 1 കിട്ടി. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ബി. ശരിയല്ലേ? നമ്മുടെ റേഞ്ച് ഏതാണ്? എ മുതൽ ബി വരെയാണ് എക്സിന് വീഴാനുള്ള. ആ എക്സ് ബി യേക്കാൾ വലുതാണെങ്കിൽ, ബി യേക്കാൾ വലുതാകാനുള്ള പ്രോബിലിറ്റി എന്താ? 1 ആണ് അല്ലേ? അപ്പൊ ബി യേക്കാൾ വലുതാകാനുള്ള പ്രോബിലിറ്റി അല്ല, എക്സ് ബി യേക്കാൾ വലുതാണെങ്കിൽ ആ എക്സിന്റെ പുറയിലേക്ക് വീഴാൻ ഉള്ള പ്രോബിലിറ്റി ആണ് 1. ആ എക്സ്, അതായത് റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂ സ്മോൾ എക്സ് എന്ന് പറയുന്ന റിയൽ നമ്പറിനേക്കാൾ കുറവാകാനുള്ള പ്രോബിലിറ്റി ആണ് 1. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പൊ ഓർത്തിരിക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ, വെൻ a less than x less than b. 1 when x greater than b. Greater than or equal to b ആണ് കേട്ടോ. Greater than or equal to. ഓക്കെ, ഇനി നമ്മള് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. മൊമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊമെന്റ്സ് ഏത് ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ്സ് ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെയും മൊമെന്റ്സ് പരീക്ഷയ്ക്ക് മാറി മാറി പല പാർട്ടിലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മൊമെന്റ്സിൽ നമുക്കറിയാം, ജനറലി നമുക്ക് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ. ഇവിടെ നമുക്ക് മ്യൂ ആർ ഡാഷ് തന്നെ കണ്ടുപിടിക്കാം. മ്യൂ ആർ ഡാഷ് കണ്ടുപിടിച്ചാൽ പിന്നെ ആറിന് വാല്യൂ മാറ്റിയിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഓരോ മൊമെന്റ്സ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് എളുപ്പമുള്ള പി ഡി എഫ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മ്യൂ ആർ ഡാഷ് കണ്ടുപിടിക്കാം. ഓക്കെ, മ്യൂ ആർ ഡാഷ് കണ്ടുപിടിക്കാൻ പോകണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എക്സ് റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എ ടു ബി വന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ യൂണിഫോം ആയതുകൊണ്ടാണ്. ഇനി വേറെ റാൻഡം വേരിയബിൾ ആണുള്ളെങ്കിൽ ആ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എ ടു ബി എക്സ് റൈസ് ടു ആർ ഇൻറ്റു 1 ബൈ ബി മൈനസ് എ ഡി എക്സ്. എക്സ് റൈസ് ടു ആർ ഇൻറ്റു 1 ബൈ ബി മൈനസ് എ
1 by b minus a into dx. 1 by b minus a പുറത്തേക്ക് എടുത്തു. 1 by b minus a പുറത്തേക്ക് എടുക്കുമ്പോൾ x raised to r, a to b, x raised to r dx ഉണ്ട്. x raised to r dx ഉണ്ട്. 1 by b minus a, x raised to r plus 1 by r plus 1, a to b. Okay, x raised to r plus 1 by r plus 1. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to r നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതാ കിട്ടുന്നത്. ബാക്കി റേഞ്ച് കൊടുക്കുന്നു. ഈ r plus 1 ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. r plus 1 into b minus a, r plus 1 into b minus a, x raised to r plus 1, a to b, 1 by r plus 1 into b minus a, 1 by r plus 1 into b minus a, b raised to r plus 1 minus a raised to r plus 1. Okay. ഓക്കെ, നമുക്ക് mu1 dash കണ്ടുപിടിക്കാം. mu1 dash അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ എക്സ് ആറിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. 1 plus 1 b minus a, b raised to 1 plus 1 minus a raised to 1 plus 1. Okay, 1 by 2 into b minus a, b square minus a square. b square minus a square നമുക്കറിയാം. b square minus a square നമുക്കറിയാം. b minus a into b plus a ആണ്. അപ്പോ ക്യാൻസൽ ചെയ്ത് പോയി. എന്താ വരുന്ന ഉത്തരം? a plus b by 2. ഉത്തരം എന്താ വരുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടി a plus b by 2. a plus b by 2. mu2 dash നമുക്ക് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷന്. 1 by r plus 1, ആറിന്റെ സ്ഥാനത്ത് നമുക്കൊന്ന് ഇക്വേഷൻ എഴുതാം. mu r dash നമുക്ക് എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. b raised to r plus 1 minus a raised to r plus 1. ഇത് ഒന്നില്ലാതെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. mu2 dash എന്ന് പറയുമ്പോൾ ആറിന് 2 കൊടുത്താൽ മതി. അപ്പൊ 1 by 3 into b minus a, b cube minus a cube, ഓക്കെ. b cube minus a cube നമുക്കറിയാം. b cube minus a cube ഒരു ഇക്വേഷൻ ഉണ്ട്. b cube minus a cube സമം b minus a into b square plus ab plus a square. ഈ b minus a താഴേക്ക് വരുമ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. b cube minus a cube by b minus a, b cube minus a cube by b minus a എന്ന് പറയുന്നത് b square plus ab plus a square ആണ്. അത് നമ്മളോട് ഉപയോഗിക്കുകയാണ്. എന്തുവരും? b cube minus a cube by b minus a ഇവരെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്തൊരു mu2 dash b square plus ab plus a square by 3. ഇനി വേരിയൻസ് ഓഫ് x കണ്ടുപിടിക്കാൻ mu2 dash minus mu1 dash whole square b square plus ab plus a square by 3 minus a plus b by 2 whole square, a plus b by 2 whole square
എ പ്ലസ് ബി ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോ ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ 3 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ബൈ 4. അപ്പോ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 4b സ്ക്വയർ പ്ലസ് 4ab പ്ലസ് 4a സ്ക്വയർ മൈനസ് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്, മൈനസ് അകത്തേക്ക് എടുക്കുകയാണ്. 3a സ്ക്വയർ മൈനസ് 6ab മൈനസ് 3b സ്ക്വയർ ബൈ 12 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മിച്ചമുള്ളത് ബി സ്ക്വയർ minus 2ab plus a square by 12. That means b minus a whole square by 12. b minus a whole square by 12. ഇതാണ് നമ്മുടെ വേരിയൻസ് ഓഫ് x. വേരിയൻസ് ഓഫ് x ഇതാണ് b minus a whole square by 12. ഈ രണ്ട് പ്രോപ്പർട്ടികൾ ഉള്ളത് നമ്മളെ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമ്മളെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. mxt expectation of e raised to tx നമുക്ക് നോക്കാം. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇന്റഗ്രൽ a to b e raised to tx f of x dx. ഇവിടെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ a to b എന്നിടുന്നത് എന്താ കാര്യം, ഇവിടെ എക്സ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആയതുകൊണ്ടാണ് ഞാൻ a to b ഇടുന്നത്. അതർവൈസ് ലിമിറ്റ് മാറും വേറെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ. ഓക്കെ, അത് ശ്രദ്ധിക്കണം. a to b e raised to tx into 1 by b minus a dx 1 by b minus a dx 1 by b minus a കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. a to b e raised to tx dx e raised to tx dx e raised to tx dx 1 by b minus a into 1 by b minus a into e raised to tx by t 1 by b minus a into t കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് എടുത്തു. t ഞാൻ ഇവിടെ എഴുതി, t into b minus a e raised to tx a to b e raised to tx a to b. That means 1 by t into b minus a e raised to tx ന്റെ ഞാൻ റേഞ്ച് കൊടുക്കുകയാണ്. e raised to bt minus e raised to at mxt കിട്ടി. e raised to bt minus e raised to at divided by t into b minus a t into b minus a. ഇതാണ് നമ്മുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിന്റെ കോഎഫിഷ്യന്റ് μ2 ഡാഷ്, ടിയുടെ കോഎഫിഷ്യന്റ് μ1 ഡാഷ്, അങ്ങനെ μr ഡാഷ് അങ്ങനെ കിട്ടുന്നത് t റൈസ് ടു r ബൈ r ഫാക്ടോറിയലിന്റെ കോഎഫിഷ്യന്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, mxt യെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് t = 0 ഇട്ട് കൊടുത്താൽ അത് മീൻ, രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് t ക്ക് 0 ഇട്ട് കൊടുത്താൽ അത് μ2 ഡാഷ്. അങ്ങനെ ശ്രമിച്ചു നോക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. 𝜋xt = എക്സ്പെക്ടേഷൻ ഓഫ് e raised to itx ആണ്. സ്വന്തമായി ചെയ്യുക, അത് നിങ്ങൾക്കുള്ള എക്സർസൈസ് ആണ്.